മഹാസരസ്വതി ദേവിയെ സ്തുതിക്കുന്ന ഈ മന്ത്രം അത് കുട്ടികൾക്ക്, അതും ഈ എക്സാം ടൈമിൽ വളരെ പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും ഈ മന്ത്രം കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഈ മന്ത്രം ഏതാണെന്ന് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ മഹാമന്ത്രം ഉച്ചരിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ വളർച്ച, സാംസ്കാരിക വളർച്ച, വിദ്യ, മനസ്സിൻ്റെ ഒരു തിളക്കം, ഒരു സരസ്വതി കടാക്ഷം എന്നിവ വർദ്ധിക്കുന്നതാണ്. മന്ത്രം ഇതാണ്, സ്ക്രീനിൽ കാണിക്കുന്നതോടെ: ഓം നമോ ഭഗവതി ശ്രീ മഹാസരസ്വതി ഹ്രീം ഹ്രീം തഥ സ്വഹ എന്നാണ്. ഇതാണ് മന്ത്രം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് നോക്കാം. ഓം എന്ന് വെച്ചാൽ സകല മന്ത്രങ്ങളുടെയും ആദിനാഥം, സർവവിശുദ്ധിയും സംരക്ഷിക്കുന്ന പരമശക്തി, അതാണ് ഓം. നമോ മീൻസ് ഞാൻ പ്രണമിക്കുന്നു, നമസ്കാരം, പ്രണാമം എന്നൊക്കെ. ഭഗവതി ദൈവീയ ശക്തിയുള്ള പരമദേവി എന്നാണ്. മഹാസരസ്വതി വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവിയായ ശ്രീ സരസ്വതി ദേവി. ഹ്രീം ഹ്രീം എന്നാൽ സരസ്വതി ദേവിയുടെ ബീജമന്ത്രമാണിത്. മനസ്സിൻ്റെ ഉണർവിനും ആത്മജ്ഞാനത്തിനുമുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ. തഥ ഈ ശബ്ദം ആത്മീയ ചൈതന്യത്തിൻ്റെയും വിദ്യയുടെ ശുദ്ധീകരണത്തിൻ്റെയും സൂചകമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വാഹ എന്ന് വെച്ചാൽ ഈ ശക്തിയെ ആഹ്വാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ദിവ്യമായ ഉച്ചാരണം, അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി ഈ മന്ത്രം എപ്പോൾ, എങ്ങനെ, എത്ര തവണ ജപിക്കാമെന്ന് നോക്കാം. ഏറ്റവും നല്ലത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് വെളുപ്പിന് 4-നും 6-നും ഇടയ്ക്ക് ഇത് മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ല പ്രയോജനം കൊടുക്കുന്നു. അതുകൂടാതെ രാവിലെ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതും പറ്റത്തില്ല എങ്കിൽ ഈവനിങ്, വൈകിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും ഫുൾ മൂൺ ഡേയ്സിലും തേഴ്സ്ഡേയിലും മറക്കാതെ കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കാൻ നോക്കണം. ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ പൗർണമിയാണ്. ഓക്കെ. അതുപോലെ തന്നെ എത്ര സമയം, ഹൗ മെനി ടൈംസ് യു ഹാവ് ടു ചാൻറ്റ്. 11, 21, 51 അല്ലെങ്കിൽ 108 തവണ ഇത് നിങ്ങൾ റെഗുലറായിട്ട് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എക്സാം ടൈമിലൊക്കെ ആണെങ്കിൽ 108 പ്രാവശ്യം 40 ദിവസം ഒരു നിങ്ങളുടെ നിഷ്ഠയോടുകൂടി ഇത് കുട്ടികളെ കൊണ്ട് എക്സാമിന് മുമ്പ് തീർച്ചയായിട്ടും ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതിനുള്ള ചില പ്രിക്കോഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുളിച്ചതിന് ശേഷം ഫ്രഷായിട്ടിരുന്ന് ഒരു ക്ലീനായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് മാറ്റ് എന്തെങ്കിലും താഴെ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇരുന്നിട്ട് സമാധാനമായിട്ട് വളരെ പീസായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജപിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് രുദ്രാക്ഷമാലയോ ക്രിസ്റ്റൽ മാലയോ അല്ലെങ്കിൽ തുളസി മാലയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ക്ലിക്കറാണേലും മതിയാവും. അപ്പോൾ ഇത് ജപിക്കുമ്പോഴേക്കും ഇരിക്കുമ്പോഴത്തേക്കും നോക്കേണ്ടത് നിങ്ങളുടെ ഫേസ് ഈസ്റ്റിലോട്ടോ നോർത്തിലോട്ടോ വേണേ നോക്കി ഇരിക്കാനായിട്ട്, അതാണ് ഡയറക്ഷൻ. പിന്നെ നിങ്ങളുടെ ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. പൂജാ റൂം ഉണ്ടെങ്കിൽ പൂജാ റൂമിൽ ഇരുന്ന് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് നിങ്ങൾ മന്ത്രം ജപിക്കാൻ ഇരിക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ വേർഡ്സൊക്കെ നല്ലതുപോലെ ക്ലിയറായിട്ട് ചാൻറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളുമായിട്ട് വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ സ്റ്റേ ബ്ലെസ്ഡ്.